ഹലോ വെൽക്കം ബാക്ക് ടു മിസ്സിസ് മലബാർ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പ്രഷർ കുക്കറിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ മന്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നല്ല ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. അതുപോലെ കുറച്ച് സമയം മതി, കുറച്ച് ഇൻഗ്രീഡിയൻസും മതി ഇതിന്. എന്നാൽ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന മന്തിൻ്റെ ആ ഒരു ടേസ്റ്റും കിട്ടും. അപ്പോൾ വീഡിയോയിലേക്ക് പോണതിൻ്റെ മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ മന്തിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് അരി കുറച്ച് സമയം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം. ഏകദേശം ഒരു 10 മിനിറ്റോളം ഇട്ട് വെക്കേണ്ടി വരും, ഒന്ന് നല്ലോണം കുതിർന്ന് വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിപ്പം 4 കപ്പ് അരിയുണ്ട്. ഇത് ഏതാ ബ്രാൻഡ് എന്ന് ചോദിച്ചാൽ ഞാൻ ഷോപ്പിൽ പോയിട്ട് മന്തിക്കുള്ള അരി എന്ന് പറഞ്ഞപ്പം ഒരു തന്നത് ഈ അരിയാണ്. ബ്രാൻഡ് ഏതാണെന്നൊക്കെ ചോദിക്കാൻ വിട്ടുപോയി. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ബസ്മതി റൈസ്, ലോങ് ഗ്രെയിൻ ബസ്മതി റൈസ് എടുക്കാൻ നോക്കുക. അത് മന്തിക്കൊക്കെ പറ്റിയ നല്ല അരിയാണ്. അരി മുങ്ങിക്കിടക്കുന്ന ആ പാകത്തിൽ വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ചിക്കൻ വേവിക്കാനുള്ള സാധനങ്ങൾ റെഡിയാക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ആദ്യം വഴറ്റിയെടുക്കേണ്ടത്. 2 മീഡിയം സൈസുള്ള വലിയുള്ളി കനം കുറച്ച് മുറിച്ചതാണ്. പിന്നെ ഒരു 3 ഏലക്ക, 2 ചെറിയ പീസ് കറാമ്പട്ട, 1/4 ടീസ്പൂണ് വലിയ ജീരകം, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളകും 1/2 ടീസ്പൂൺ മല്ലി, പച്ചമല്ലിയാണിത്. പിന്നെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ 2 കറാമ്പട്ടൻ്റെ ഇല കൂടെ ചേർത്ത് കൊടുക്കുക. അത് വരുമ്പം നല്ലൊരു ഫ്ലേവർ വരും. എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് പറയാഞ്ഞത്. പിന്നെ ഇനി നമുക്കിതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ വെച്ചിട്ട് ചൂടാക്കുക. ഞാനിപ്പം 10 ലിറ്ററിൻ്റെ കുക്കറാണ് വെക്കുന്നത്. 5 ലിറ്ററിൻ്റെതായാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്യാം. കുക്കർ ചൂടായാൽ ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പം സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. ഓയിൽ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ സ്പൈസസ് ഒക്കെ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണം. അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്ന വരെ നല്ലോണം വഴറ്റി കൊടുക്കുക. അത് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് ഇതൊന്ന് വഴണ്ടി വരുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉള്ളി ഒന്നായി കഴിഞ്ഞാൽ ഇതിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി ഒരു ചിക്കൻ സ്റ്റോക്ക് ക്യൂബ് ചേർക്കുക. ഇത് ഓപ്ഷണലാണ്, പക്ഷെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഈ വെള്ളത്തിൽ ഉപ്പൊന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഇതൊന്ന് തിളയ്ക്കുന്ന വരെ അടച്ച് വെക്കുക. വെള്ളം തിളച്ച് കഴിഞ്ഞാൽ ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഞാനൊരു ഫുൾ ചിക്കൻ എടുത്തിട്ട് അതിൻ്റെ കാലിൻ്റെ ആ സൈഡ് മുറിച്ച് മാറ്റി ബാക്കിയുള്ളത് 2ആയിട്ട് മുറിച്ചെടുത്തതാണ്. അപ്പം നിങ്ങൾക്ക് ഒരു ഫുൾ ചിക്കൻ വേണമെങ്കിൽ ചേർക്കാം. ഇത് കുറച്ച് വലുതായതുകൊണ്ടാണ് ഞാനിപ്പം ഇങ്ങനെ ചെയ്തത്. ഇനി ഈ കുക്കർ മൂടിയിട്ട് ഒരു 2 വിസിൽ വരുന്നവരെ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെക്കുക. അപ്പോൾ ഈ സമയം നമുക്ക് അരി നല്ലോണം കഴുകിയിട്ട് അതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർക്കുക. സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ചേർക്കുന്നത്. ഓയിൽ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ കഴുകി വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റോളം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കുക.
ഇപ്പം നമ്മുടെ ചിക്കൻ നല്ലോണം വെന്തിട്ടുണ്ട്. 2 വിസിൽ കഴിഞ്ഞ് ആ ആവിയൊക്കെ പോയതിന് ശേഷമാണ് ഞാൻ കുക്കർ തുറന്നത്. ഇനി ഇതിൽ നിന്ന് ചിക്കൻ എടുത്ത് മാറ്റിയിട്ട് ആ സ്റ്റോക്ക് ഒന്ന് അളന്ന് നോക്കുക. ഏകദേശം ഒരു 4 കപ്പോളം ഉണ്ടാവും. 3 കപ്പ് വെള്ളം നമ്മൾ ആദ്യം ഒഴിച്ചതും പിന്നെ 1 കപ്പ് ഈ ചിക്കനിൽ ഇറങ്ങി വന്ന വെള്ളം കൂടെ ആയിട്ട് 4 കപ്പ് ഉണ്ടാവും. എന്നാലും ഒന്ന് അളന്ന് നോക്കുക. കാരണം ഈ വെള്ളത്തിനനുസരിച്ചാണ് നമ്മൾ അരി വേവിക്കാനുള്ള വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വന്നാൽ ചോറ് ആകെ കുഴഞ്ഞു പോവും. അതുകൊണ്ട് ഈ കാര്യം ഒന്ന് പ്രത്യേകം നോക്കുക. ഇപ്പം ഞാൻ അളന്ന് നോക്കിയപ്പം ഇത് കറക്റ്റ് 4 കപ്പ് ഉണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 പഴുത്ത തക്കാളി ഒന്ന് വെള്ളമൊന്നും കൂട്ടാതെ മിക്സിയിലിട്ട് അടിച്ചിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒരു 3 പച്ചമുളകും ഒരു ഉണക്ക നാരങ്ങയും കൂടെ ഇട്ട് കൊടുക്കുക. നാരങ്ങ ഇടുന്ന സമയത്ത് ഇതുപോലൊരു കട്ട് ആക്കി കൊടുക്കണം. കാരണം എന്നാലേ അതിലെ പുളിയൊക്കെ പുറത്തേക്ക് വരുള്ളൂ. പിന്നെ പച്ചമുളകിൻ്റെ എണ്ണയൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് വ്യത്യാസം വരുത്തുക. പച്ചമുളക് മുറിക്കണ്ട, ഇതുപോലെ മുഴുവനായിട്ട് ഇടുന്നതാണ് നല്ലത്. ഇനി ഒരു 4 കപ്പ് ചൂടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിക്കുക. 4 കപ്പ് അരിക്ക് 8 കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാണ് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് ഉപ്പ് നോക്കിയിട്ട് ഈ വെള്ളം ഒന്ന് തിളച്ച് വരുന്നവരെ അടച്ച് വെക്കുക. വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ഇട്ടിട്ട് കുക്കർ മൂടുക. എന്നിട്ട് ഇത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 1 വിസിൽ കഴിഞ്ഞ് 2ാമത്തെ വിസിൽ വരുന്നതിന് മുന്നായിട്ട് ഫ്ലെയിം ഓഫാക്കുക. 2ാമത്തെ വിസിൽ വരാൻ പാടില്ല. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ചോറ് വേവേറിപ്പോവും. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ചിക്കനിൽ കുറച്ച് മസാല ചേർത്തിട്ട് അത് ഫ്രൈ പാനിലിട്ടിട്ട് ഒന്ന് തിരിച്ചു മറിച്ചു എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒരു ബൗളിലേക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും 1 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ കബ്സ മസാലയും കൂടെ ചേർക്കുക. കബ്സ മസാല ഓപ്ഷണലാണ്, ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ചിക്കൻ്റെ മേലെ തേച്ച് പിടിപ്പിക്കുക. ഇനി ഒരു ഫ്രൈയിങ് പാൻ ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ചിക്കൻ അതിലേക്ക് വെച്ചിട്ട് ഒരു 2-3 പ്രാവശ്യം തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് എടുക്കുക. അങ്ങനെ നമ്മുടെ ചോറും റെഡിയായി, നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനൊരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചാർക്കോൾ ഇട്ട് ഒന്ന് പുകയ്ക്കണം. അപ്പോൾ ചിക്കനും കൂടെ ഇതിലേക്ക് വെക്കുക. എന്നിട്ട് ഒരു പീസ് ചാർക്കോൾ ചൂടാക്കിയിട്ട് അതൊരു പാത്രത്തിൽ എടുത്തിട്ട് ഈ ചോറിൻ്റെ കൂടെ വെച്ചു. എനിക്ക് ഇപ്രാവശ്യം ചാർക്കോൾ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ അൽഫാമിൻ്റെ റെസിപ്പിയിൽ ചെയ്ത പോലെ തന്നെ ചിരട്ട കത്തിച്ചിട്ട് ആ കനലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ കനലിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനെ പുക വരാൻ തുടങ്ങും. ആ സമയം നമ്മുടെ കുക്കർ ഒന്നുകിൽ കുക്കറിൻ്റെ മൂടി വെച്ചിട്ട് തന്നെ അടയ്ക്കുക, അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു ലിഡ് വെച്ചിട്ട് ക്ലോസ് ചെയ്യുക. ഒരു 3-4 മിനിറ്റോളം ഇതിങ്ങനെ അടച്ച് പിടിക്കുക. ഇങ്ങനെ ചെയ്യുമ്പം ശരിക്കും നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടും. പിന്നെ മന്തിയും കബ്സയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. മെയിനായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന സ്പൈസസിൻ്റെ അളവിലാണ്. കബ്സയിൽ കുറേ സ്പൈസസ് വേണം, പക്ഷേ മന്തിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വേണ്ട. പിന്നെ ഈ മന്തിക്ക് ഉപയോഗിക്കുന്ന അരി കുറച്ച് പഴകിയ അരിയാണ് യൂസ് ചെയ്യുക. അപ്പോഴാണ് ആ കറക്റ്റ് ഫ്ലേവറൊക്കെ വരിക എന്നാണ് പറയുന്നത്. പിന്നെ അപ്പോൾ നിങ്ങൾക്ക് ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഡിഫറൻസ് അറിയാമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ളവർക്കും കൂടെ അറിയാൻ പറ്റുമല്ലോ. അങ്ങനെ നമ്മുടെ ഈസി മന്തി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം പെട്ടെന്നൊക്കെ ഗസ്റ്റ് വരികയാണെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ റെസിപ്പീസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്